നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും നാളുകളായി ബംഗളൂരു നഗരത്തിലെ ജലദൗർലഭ്യത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്തകളിൽ നിറയുകയാണ്. ബംഗളൂരു നഗരം ദിവസേന 500 ദശലക്ഷം ലിറ്ററിന്റെ ക്ഷാമം നേരിടുന്നതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് നഗരത്തിന്റെ മൊത്തം ദൈനംദിന ആവശ്യത്തിന്റെ 1/5 മാത്രമാണ്. ബംഗളൂരുവിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നിരുന്നാലും ജലക്ഷാമം ബംഗളൂരിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇത് കുടിവെള്ള പ്രശ്നം മാത്രമല്ല. കർണാടക മുഴുവനും തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവയുടെ സമീപ പ്രദേശങ്ങളും വൻതോതിൽ ജലക്ഷാമം നേരിടുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ഒരു വർഷമായി ഈ പ്രദേശത്തെ സാധാരണയിലും കുറഞ്ഞ മഴയും ഈ പ്രദേശത്തെ ഭൂഗർഭ ജലാശയങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ക്ഷാമം? കഴിഞ്ഞ വർഷത്തെ മൺസൂണിൽ കർണാടകയിൽ സാധാരണഗതിയിൽ നിന്ന് 18% കുറവ് മഴയാണ് ലഭിച്ചത്. ഇത് 2015 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മഴ. മൺസൂണിന് ശേഷമുള്ള കാലയളവിൽ പോലും സംസ്ഥാനത്ത് കാര്യമായ മഴ ലഭിച്ചില്ല. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ മൺസൂൺ കാലത്ത് കർണാടകയ്ക്ക് അതിന്റെ വാർഷിക മഴയുടെ ഭൂരിഭാഗവും ലഭിക്കാറുണ്ട്. ഈ വെള്ളമാണ് ജലസംഭരണികളും ജലാശയങ്ങളും നിറയ്ക്കുന്നത്. മൺസൂൺ മാസങ്ങളിലെ മഴക്കുറവ് അനിവാര്യമായതും ജലക്ഷാമത്തിന് കാരണമാകുന്നു. കഴിഞ്ഞ മൺസൂണിൽ സാധാരണയിലും താഴെ മഴ ലഭിച്ച സംസ്ഥാനം കർണാടക മാത്രമല്ല, കേരളത്തിലും 34% കുറവാണ് മഴക്കാലത്തെ മഴ ലഭിച്ചത്. ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഏകദേശം 25% വീതം കുറവുണ്ടായി. IIT ഗാന്ധിനഗറിലെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് എർത്ത് സയൻസ് പ്രൊഫസറായ വിമൽ മിശ്ര അഭിപ്രായപ്പെടുന്നത് കർണാടകയുടെ കാര്യത്തിലെ വ്യത്യാസം പ്രദേശത്തെ ഭൂഗർഭ ജലാശയങ്ങളുടെ സ്വഭാവമാണെന്നാണ്. ദക്ഷിണേന്ത്യയിൽ വളരെ വ്യത്യസ്തമായ ഒരു ജലസംഭരണി സംവിധാനമുണ്ട്. ഇത് പാറക്കെട്ടുകളാണ്. ജലസ്രോതസ്സുകൾ ധാരാളം വെള്ളം ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ അവ വേഗത്തിൽ കാലിയാവുകയും വളരെ വേഗത്തിൽ നിറയുകയും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം ഭൂഗർഭ ജലസ്രോതസ്സുകൾ നീണ്ടു നിൽക്കുന്ന വരണ്ട കാലാവസ്ഥയിൽ വളരെ കാലം നിലനിൽക്കില്ല എന്നതാണ്. ഉത്തരേന്ത്യയിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യാസമാണ്. അവയ്ക്ക് വെള്ളം നിലനിർത്താനുള്ള മികച്ച ശേഷിയുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കർണാടകയേക്കാൾ കുറവ് മഴ ലഭിച്ച ബീഹാറിലും ഉത്തർപ്രദേശിലും സമാനമായ ജലക്ഷാമം കാണാത്തത്. ഉത്തരേന്ത്യയിലെ ജലസ്രോതസ്സുകൾ ഒരിക്കൽ നിറഞ്ഞാൽ കുറച്ചു വർഷത്തേക്ക് ആവശ്യമായ വെള്ളം നിലനിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.